തിരുവനന്തപുരത്ത് ജയിൽ വാർഡനെ ആക്രമിച്ച് തടവുകാരൻ. ജയിലിൽ നിന്ന് ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴാണ് ആക്രമണമുണ്ടായത്. ജയിൽ വാർഡൻ രജനീഷ് ജോസഫിന്റെ നെഞ്ചിലും കഴുത്തിലുമാണ് മർദ്ദനമേറ്റത്. ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഹരി, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? തടവുകാരൻ കൈവിലങ്ങുമായല്ലേ കൊണ്ടുപോയത്? കഴിഞ്ഞ ദിവസം ആണ് ഇത്തരത്തിൽ ഇയാൾ തിരുവനന്തപുരം പൂജപ്പുര ജയിലിലേക്ക്, സെൻട്രൽ ജയിലിലേക്ക് എത്തുന്നത്. ഇയാൾ തൃശൂർ അതിസുരക്ഷാ ജയിലിലായിരുന്നു ഇയാളെ പാർപ്പിച്ചിരുന്നത്. അതായത് ഒരു കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിഞ്ഞിരുന്ന ആളായിരുന്നു. ഇയാളെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഇയാളുടെ ശാരീരിക നില മോശമായതായിട്ട് പറയപ്പെടുന്നു. അങ്ങനെയാണ് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ആംബുലൻസിൽ തന്നെ കൊണ്ടുവന്നത്. ആംബുലൻസിൽ ആശുപത്രിയുടെ മുൻപിൽ അല്പനേരം കാത്തിരിക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് ആംബുലൻസിന്റെ വിൻഡോ തുറന്നുകൊണ്ട് വഴിയിൽ പോകുന്നവരുടെയൊക്കെ നേരെ അസഭ്യം ചൊരിയുന്ന ഒരു പ്രവണത ഇയാളുടെ ഭാഗത്ത് നിന്നുണ്ടായി. അപ്പോൾ ആ സമയം ഒപ്പം ഉണ്ടായിരുന്ന ജയിൽ വാർഡൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യുകയും ഇയാളെ അടക്കിയിരുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയമാണ് ഇയാൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതായത് ആദ്യം ജയിൽ വാർഡന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ഇയാളുടെ ഷർട്ട് വലിച്ചു കീറുകയും ഇയാളെ ആക്രമിക്കുകയുമായിരുന്നു ഉണ്ടായത്. ഇയാളുടെ നെഞ്ചിലും ചവിട്ടിലും, അതായത് ജയിൽ വാർഡനായിട്ടുള്ള രജനീഷ് ജോസഫിന്റെ നെഞ്ചിലും വയറ്റിലുമൊക്കെ ചവിട്ടേൽക്കുന്ന ഒരു നിലയുണ്ടായി. അതിനുശേഷം കൂടുതൽ പോലീസുകാരെത്തി ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. കയ്യിൽ വിലങ്ങുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് പൂജപ്പുര ജയിൽ അധികൃതരിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇയാൾ രജനീഷ് ജോസഫിനെ ആക്രമിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇയാളുടെ പേരിൽ എന്തായാലും നിലവിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാൾ ഇപ്പോഴും നിലവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തന്നെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇയാൾക്ക് ചെറിയ തോതിൽ മാനസികാസ്വാസ്ഥ്യം ഉള്ളതായും അവിടെ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇയാളെ കൂടുതൽ സുരക്ഷയുള്ള സ്ഥലത്തേക്ക് മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ജയിൽ അധികൃതർ പറയുന്നത്. ജിൽസി, ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.